ഉത്തരേന്ത്യൻ സാംസ്കാരികാധിപത്യത്തിനെതിരായ ദ്രാവിഡ ചെറുത്തുനിൽപ്പുകളുടെ വലിയ ചരിത്രമുള്ള മണ്ണാണ് തമിഴ്നാട്. പെരിയാറും CN അണ്ണാദുരയും കലൈഞ്ചറുമെല്ലാം തമിഴരുടെ സ്വാഭിമാനത്തിന് വേണ്ടി തെരുവുകളെ കലാപമുഖരിതമാക്കിയ മണ്ണ. നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും ഒരു ദ്രാവിഡ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ആ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതാകട്ടെ സ്റ്റാലിനും ഉദയനിധിക്കുമൊപ്പം സാക്ഷാൽ വിജയും. തമിഴ് സാംസ്കാരികതയ്ക്ക് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരാണ് ആത്യന്തികമായി ഈ പ്രക്ഷോഭം. രാഷ്ട്രീയമായി സ്റ്റാലിനും വിജയും എതിർചേരികളിലാണെങ്കിലും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഇരുവർക്കും ഒരേ നിലപാടാണ്. തമിഴ് മക്കളുടെ ചരിത്ര നിലപാട്. ഹിന്ദി നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന വ്യവസ്ഥയുള്ള ത്രിഭാഷാ വിദ്യാഭ്യാസമാണ് കേന്ദ്രം കർശനമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തമിഴ്നാടാകട്ടെ ഈ നയം അംഗീകരിച്ചിട്ടുമില്ല. ത്രിഭാഷാ വിദ്യാഭ്യാസം നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് സമഗ്ര ശിക്ഷാ ഫണ്ടുകൾ തടഞ്ഞുവെക്കുമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് തമിഴ്നാട്ടിൽ പ്രതിഷേധമുയർന്നത്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം തടഞ്ഞുവെക്കാൻ കേന്ദ്രത്തിന് എന്താണ് അവകാശമെന്നും ഇവരുടെയൊന്നും തന്തയുടെ കാശല്ല ചോദിക്കുന്നതെന്നും തങ്ങളുടെ അവകാശമാണെന്നുമുള്ള രൂക്ഷമായ മറുപടിയാണ് ഉദയനിധി സ്റ്റാലിൻ നൽകിയത്. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അരങ്ങേറുന്നതെന്നാണ് വിജയ് പറഞ്ഞത്. അണ്ണാ DMK നേതാവ് എടപ്പാടി പളനിസ്വാമിയും ത്രിഭാഷാ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതാദ്യമായല്ല കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തമിഴരുടെ ഹിന്ദി വിരുദ്ധ വികാരത്തിൽ കൈവെക്കുന്നത്. 2019 ഒരു രാജ്യം ഒരു ഭാഷ എന്ന പദ്ധതി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യത്തിനൊരു പൊതുഭാഷ വേണമെന്നും ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഹിന്ദിക്ക് രാജ്യത്തെ യോജിപ്പിക്കാൻ കഴിയുമെന്നുമായിരുന്നു അമിത്ഷായുടെ നിലപാട്. എന്നാൽ ഇതിനു മറുപടിയായി രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഹിന്ദിയേക്കാൾ കഴിയുന്നത് തമിഴിനാണെന്ന വാദവുമായി DMK രംഗത്തെത്തി. കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിയും ഹിന്ദി വിരുദ്ധ സമരത്തിന് അന്ന് മുന്നോട്ട് വന്നു. അപകടം മണത്ത അമിത്ഷാ തൊട്ടു പിന്നാലെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ലെന്നും മാതൃഭാഷയോടൊപ്പം രണ്ടാം ഭാഷയായി ഹിന്ദിയും പഠിക്കണമെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നുമാണ് അന്ന് വിശദീകരിച്ചത്. അതാണ് തമിഴ്നാടിന്റെ ദ്രാവിഡ നിലപാടുകളുടെ കരുത്ത്. മറ്റെല്ലാ വിയോജിപ്പുകൾക്കിടയിലും തമിഴ് രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ഹിന്ദി ഭാഷാ വിരുദ്ധ സമരം. 1965 70ഓളം പേരാണ് ഹിന്ദി വിരുദ്ധ പോരാട്ടങ്ങൾക്കിടെ തമിഴ്നാട്ടിൽ രക്തസാക്ഷികളായത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം മരണങ്ങൾ 500-ലധികമാണ്. 1940കളിലാണ് ആദ്യമായി തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ സമരം അരങ്ങേറുന്നത്. 1937 കോൺഗ്രസ് നേതാവായിരുന്ന C രാജഗോപാലാചാരി മദ്രാസ് പ്രസിഡൻസിയിൽ മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിർബന്ധമാക്കി. അന്ന് ജസ്റ്റിസ് പാർട്ടി നേതാവായിരുന്ന പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടന്നത്. ദ്രാവിഡർക്ക് മേൽ ബ്രാഹ്മണ്യം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് സംസ്കൃതവും ഹിന്ദിയും തമിഴർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പെരിയാർ ആരോപിച്ചു. പെരിയാറും CN അണ്ണാദുരയും ഉൾപ്പെടെ നിരവധി പേർ അന്ന് ജയിലിലായി. ഒടുവിൽ ഗവർണർക്ക് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യാനന്തരവും തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ സമരം അലയടിച്ചിരുന്നു. 1963 പുറത്തിറങ്ങിയ ഔദ്യോഗിക ഭാഷാ ആക്ടിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. കോളേജ് വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് പേരാണ് തമിഴ്നാട്ടിൽ അന്ന് തെരുവിലിറങ്ങിയത്. അണ്ണാദുരയടക്കമുള്ള 3000-ലധികം ആളുകളെ അന്ന് ജയിലിലടച്ചു. നിരവധി പേർ ജീവൻ ത്യജിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ C സുബ്രഹ്മണ്യം, അളകേശൻ തുടങ്ങിയവർ രാജിവെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ഭാഷാ സമരത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും DMK അധികാരത്തിലെത്തുകയും ചെയ്തു. ഇതോടെ തമിഴ്നാട്ടിൽ തമിഴും ഇംഗ്ലീഷും മാത്രമുള്ള ദ്വിഭാഷാ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. 1985 രാജീവ് ഗാന്ധി ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുകയും നവോദയ സ്കൂളുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധിച്ച കരുണാനിധി അടക്കം 20,000-ഓളം DMK അംഗങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 21 പേരാണ് അന്ന് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് കരുണാനിധിയെ 10 ദിവസം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. K അൻപഴകൻ ഉൾപ്പെടെയുള്ള DMK MLA-മാരെ സ്പീക്കർ PS പാണ്ഡ്യൻ നിയമസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നീണ്ട ചർച്ചകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നവോദയ സ്കൂളുകൾ തുറക്കില്ലെന്ന് രാജീവ് ഗാന്ധി ഉറപ്പ് നൽകി. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും ത്രിഭാഷാ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിക്കുകയാണ്. തമിഴരുടെ ആശങ്കകൾക്കോ ചോദ്യങ്ങൾക്കോ ഉത്തരം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. ബിഹാരി, ഹരിയാൻവി, രാജസ്ഥാനി പോലുള്ള ഭാഷകൾ ഇല്ലാതായി അവിടങ്ങളിൽ ഹിന്ദി കടന്നുകയറിയത് ചൂണ്ടിക്കാട്ടിയാണ് DMK ത്രിഭാഷാ പദ്ധതിയെ എതിർക്കുന്നത്. അതേസമയം ത്രിഭാഷാ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ രംഗത്തെത്തിയിട്ടുണ്ട്. പോയ കാലങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച ഹിന്ദിയെ അതിർത്തിക്ക് പുറത്തു നിർത്തിയ നാടാണ് തമിഴ്നാട്. ഇന്ന് ത്രിഭാഷാ പദ്ധതിയുമായി ഹിന്ദിയെ തമിഴർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ആ പഴയ പോരാട്ട നാളുകളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ തമിഴർക്കിടയിൽ
രൂക്ഷമായി അലയടിക്കുന്നുണ്ട്. ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴുക്ക് அதை ഉറക്കச் சொல்வோம் ഉലകുക്ക്. മുമ്പ് ഹിന്ദി വിരുദ്ധ സമരത്തിൽ തമിഴരുടെ പോരാട്ട വീര്യത്തെ ഉണർത്തിയ കവിതയായിരുന്നു ഇത്. കരുണാനിധിയുടെ ഈ വരികൾ വീണ്ടും തമിഴ് തെരുവുകളെ കലാപമുഖരിതമാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.